എന്തുകൊണ്ടാണ് രേണുസുതി ഹനാന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഹനാനെതിരെ കേസ് കൊടുക്കാത്തത്? ഇതൊക്കെ വലിയ രീതിയിൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച ചോദ്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ അത് എന്നും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കാര്യത്തിലുള്ള മറുപടി രണസുന കൊടുത്ത സമയത്തും ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. വലിയൊരു അലിഗേഷൻ നടക്കുന്നില്ലേ, എന്തുകൊണ്ട് അതിന് പ്രതികരിക്കുന്നില്ല എന്നുള്ളത്. ഷെഫീന ബീബി കഴിഞ്ഞ ദിവസം ഒരു നഗ്ന സത്യം തുറന്നു പറഞ്ഞു. നഗ്ന സത്യമാണോ എന്താണെന്നറിയില്ല, എന്തായാലും ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് രണസുനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണെന്നുള്ളതാണ്. ഒന്ന് കേട്ടു നോക്കിയേ. നീ ബാംഗ്ലൂരിൽ, അതായത് സുധി ചത്ത ശേഷം നീ ബാംഗ്ലൂരിൽ പോയത് എന്തിനെന്നും ആ ചെറുക്കൻ എന്തിനാത്മഹത്യ ശ്രമിച്ചുവെന്നും ആ ചെറുക്കന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് പബ്ലിക് കിട്ടിയ. നീ നേരത്തെ പറഞ്ഞില്ലേ ഹനാന്റെ അടുത്ത് ആ ചെറുക്കനെ കൊണ്ടുവരാം. ഹനാൻ കൊണ്ടുവരൂല, ഷെഫീന കൊണ്ടുവരും. ആ പയ്യൻ ഏതാന്ന് നിനക്ക് വയറ്റിലാക്കി തന്ന, നീ ആയിട്ട് മാനസികമായി തകർത്ത് ആത്മഹത്യക്ക് ശ്രമിച്ച ബാംഗ്ലൂരിൽ പോയി നീ മീറ്റ് ചെയ്ത ആ ചെറുക്കന്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ട് ഞാൻ വരും ദിവസങ്ങളിൽ നിന്റെ കള്ളമാപ്പിളമാരുടെ ലിസ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. എന്തപ്പോ നമ്മൾ കേട്ടെ? ഷെഫീന ബീവി രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഷെഫീന ബീവിയുടെ ഉമ്മയെയും ഉപ്പയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരുപാട് മോശത്തരം കഴിഞ്ഞ ദിവസം രണസുന പറഞ്ഞല്ലോ അല്ലെ, ആ ഒരു കാര്യത്തിലുള്ള മറുപടിയാണ്. ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്നെ എന്ന് ഓൾറെഡി ഷെഫീന ബീവി പറഞ്ഞതാണ്. അവര് ഇറങ്ങിയാല് കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വരും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, ഹനാനൊന്നും പുറത്തു വിടേണ്ട ആവശ്യമില്ല, ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും നമ്മളിത് വരും ദിവസങ്ങളിൽ കാണും, തീർച്ചയായിട്ടും കാണും. ഇതിന്റെ ഇടയ്ക്ക് വേറൊരുത്തനുണ്ടായിരുന്നു, ഇവനെ പോലിരിക്കുന്ന, അതായത് സുധിയെ പോലിരിക്കുന്ന ഒരുത്തനുണ്ട്. അവനെ കുറെ നാളിട്ട് പറ്റിച്ചു. ഇഷ്ടംമാതിരി പൈസ വാങ്ങിച്ചെടുത്തു കെട്ടാന്നും പറഞ്ഞുകൊണ്ട്. സുധിയുടെ ഡൂപ്പാണ്, എനിക്ക് നിന്നെ കാണുമ്പോ സുജിച്ചേട്ടന്റെ തോർമ്മ വരും, എനിക്ക് സുധിച്ചേട്ടനാണ് നീ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിരിക്കുന്ന അത്ര പൈസയും വാങ്ങിച്ചെടുത്തു. അമ്മ അതിന് നാട്ടുകാരെ മുഴുക്ക ഊമ്പിച്ച് വലിപ്പിച്ച് നടക്കുന്ന അവളാണ് ഷെഫീനയ്ക്ക് 4-5 മാപ്പിളയെന്ന് പറയുന്ന. എടി ഷെഫീന എവിടെയും പോയി ലിവിങ് ടുഗദർ ആയിട്ടോ അല്ലെങ്കിൽ കൊഞ്ചാനോ കൊഴയാനോ ഇന്ന വരെ ഷെഫീനയുടെ കൂടെ ഒരാണുങ്ങളുടെ ഫോട്ടോ നീ കണ്ടിട്ടുണ്ടോടി? ഏതെങ്കിലും ഒരു വീഡിയോ പബ്ലിക് ചെയ്തിട്ടുണ്ടോടി? എന്റെ ഈ പോർഷനല്ല താഴോട്ട് നീ കണ്ടിട്ടുണ്ടോടി? എന്നിട്ട് എന്തിനാടി ഈ അപരാധം പറയണേ? ആരാണെന്നറിയോ? കൊല്ലസുധിയുടെ ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്ന വ്യക്തി, കൊല്ലസുധിയുടെ സുഹൃത്താണ്. അവരൊരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അയാൾ തന്നെ ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കിച്ചുവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കിച്ചുവിനെ കുറിച്ചിട്ട് രണസുന പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കിച്ചു ശരിയല്ല, അതുകൊണ്ട് കിച്ചുവിനെ അവിടെ നിന്ന് മാറ്റണം എന്ന രീതിയിൽ സംസാരിച്ച ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അത് കുത്തിപ്പൊക്കി കൊണ്ടുവരാം. അതിൽ കൃത്യമായിട്ട് ആള് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. കൊല്ലസുധിയുടെ ഡ്യൂപ്പ് തന്നെയാണ്, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, കൃത്യമാണ് എന്നുള്ളതാണ്. ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ 8 മാസം മുമ്പ് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളെ കുറിച്ചാണ് ഷെഫീന ബീവി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വരും ദിവസങ്ങളിൽ പല നഗ്ന സത്യങ്ങളും പുറത്ത് ചാടുമല്ലോ രണസുന. വെയിറ്റ്. നിന്റെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, ഇതുവരെ ഇല്ല. ഫുൾ ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. എവളെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. ഇവള് രേണു എന്ന് പറഞ്ഞാൽ മതി. ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ഇവളുടെ ആരുമല്ല. ഇവൾ അവനെ വിവാഹം കഴിച്ചതിന് എവിടെയും ഒരു രജിസ്ട്രേഷൻ ഇല്ല. 2008 ശേഷം രജിസ്ട്രേഷൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ പിന്നെ ഇന്റർകാസ്റ്റ് മാരേജോ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടോ എന്ത് തന്നെ ആയിരുന്നാലും, നമ്മൾ അമ്പലത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ഒക്കെ ആണെങ്കിലും 2008 ശേഷം ഏത് വിവാഹം നടന്നാലും അത് പൂർണ്ണമായും രജിസ്റ്റർ ചെയ്യപ്പെടണം, നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ല. ഇവൾ ഈ കറക്ക് കമ്പനി മുഴുക്ക നടത്തുന്ന എന്തിനെന്നറിയാമോ? അവന്റെ ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാനാണ്. അവന്റെ പേരില് ബാങ്കിൽ കിടന്ന പൈസ, അതായത് അവന്റെ അക്കൗണ്ടിൽ കിടന്ന പൈസ അവന്റെ കൺസെന്റ് ഇല്ലാതെ അവന്റെ ഭാര്യ അല്ലാത്ത ഇവൾ അടിച്ചു മാറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ ആ ഒരു സർട്ടിഫിക്കേഷൻ വേണം. ആ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാത്തിടത്തോളം കാലം ഈ ഫണ്ടിന് പൂർണ്ണമായിട്ടുള്ള ആ ഒരു അവകാശം എന്ന് പറയുന്നത് കിച്ചുവാണ്. കിച്ചുവിനെ പതുക്കെ നൈസായിട്ട് അങ്ങ് മാറ്റി കൊല്ലസുധിയുടെ അക്കൗണ്ടിലൂടെ വരുന്ന ഫണ്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാണ് ഷെഫീന ബീവിയുടെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവനങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാലൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. ഇപ്പൊ പറയുന്ന വാക്കുകൾ, അവൻ 21-22 വയസ്സായില്ലേ, ഞാനിപ്പോ 24-ാം തീയതി വരെ അവന് പൈസ കൊടുത്തതാണ്, അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഇതാണ്, ഇനി അവൻ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ സംശയത്തിന് ദൃഷ്ടിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഷെഫീന ബീവി അവർ ശരിക്ക് പ്രൊവോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ വാശി എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കട വരെ മാന്തി വരും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട, കാത്തിരിക്കാം നമുക്ക് എന്തായാലും.
രേണുസുതിയോട് കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ മറുപടി ഒന്ന് കേൾക്കണം കേട്ടോ നിങ്ങൾ. അത് നമുക്ക് പൊളിച്ചെടുക്കാം. കിച്ചു ലഹരിക്ക് അടിമയായി എന്നൊക്കെ പറയുന്നുണ്ട്. അത് കിച്ചു ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അത്രക്ക് ഉറപ്പുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ചേച്ചിയുടെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തത്? ഒന്ന് കേൾപ്പിച്ചു തരാം. കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. അപ്പോ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കണ അല്ലെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കണ ഒരു മോനെ എല്ലാവരും കൊണ്ട് വന്നിട്ട് കൊഞ്ചിക്കോ? എല്ലാവർക്കും അത്യാവശ്യം ദേഷ്യം ഉണ്ടാവില്ലേ? കോവിഡിന്റെ സമയത്ത് ആരുടെ കയ്യിലും പൈസയില്ല, എല്ലാവരും ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോ ഇങ്ങനെ ഒരു മകൻ റൂം അടച്ചിട്ടിട്ട് അത്യാവശ്യം പുകയ്ക്കുകയും വലിക്കുകയൊക്കെ ചെയ്യുമ്പോ ആർക്കെങ്കിലും ആ ചെറുക്കനോട് സ്നേഹം ഉണ്ടാവോ? രേണുസുതിക്ക് അറിയാത്തൊരു കാര്യം എങ്ങനെ ഈ ചേച്ചിക്ക് അറിയാം? ഈ ചേച്ചിയുടെ വീട് എവിടെ? ചേച്ചി ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? അയൽവാസി എങ്ങാനും ആണോ? അല്ല, രേണു പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് അറിയില്ല, അങ്ങനെ സംഭവം ഇല്ല എന്നുള്ള രീതിയിലല്ലേ സംസാരിക്കുന്നത്. എന്നിട്ട് ആരെ ഷെയർ ചെയ്ത് നോക്കണം? രണസുന. ഇന്നൊരു 7 മാസം മുമ്പ് മറ്റൊരു ഇന്റർവ്യൂ ആണ്, ഇത് രണസുനയുടെയാണ്. ഒന്ന് കേൾക്കാം. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തയെ പോലെ പിഴച്ചു നടക്കണം അങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കര മോശമാണ്. അവന്റെ വീട്ടിലെ ആരേലും ആയിരിക്കും, ആ പറഞ്ഞവന്റെ വീട്ടിലെ ആരേലും ആയിരിക്കും. എന്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നില്ല, എന്റെ മകനും അങ്ങനെ ചെയ്യുന്നു. എന്റെ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നില്ല, എന്റെ മകനും അങ്ങനെ ചെയ്യുന്നില്ല. എനിക്കറിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്, പക്ഷെ വളരെ ഉറപ്പോട് കൂടി പറയുകയാണ് എന്റെ മകൻ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്? അത് കഴിഞ്ഞ ദിവസം വീണ്ടും മറ്റൊരാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരാണേ. ലഹരി ഉപയോഗിച്ചിരുന്ന കാര്യം അറിയായിരുന്നോ? അറിയില്ല. അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെന്നുള്ളത്? സ്വന്തം മക്കള് എന്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എന്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും എന്താ നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കട്ടെ. തെറ്റായിട്ടൊന്നും ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല, പറ്റില്ല. ഇപ്പോഴും പറ്റുന്നില്ല. രേണുവിനോട് നേരിട്ട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്? എനിക്ക് ഉറപ്പുണ്ട് എന്റെ മകൻ അത് ഉപയോഗിക്കില്ല, എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ഡൗട്ടുള്ള ഒരാൾ എന്തിനാ ഈ ചേച്ചിയുടെ? കോവിഡിന്റെ സമയത്ത് ആ കുട്ടി ഡ്രഗിന് അടിമയായിരുന്നു. ഈ ചേച്ചിയുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തത്? അപ്പൊ ഷഫീന ബീവി പറഞ്ഞതുപോലെ തന്നെ ഒഴിച്ചു നിർത്താൻ എളുപ്പമാണല്ലോ, ഒഴിച്ചങ്ങ് മാറ്റി വെച്ചാൽ ആ സമ്പത്തിൽ നിന്നും ഒരുപാട് അടിച്ചെടുക്കാലോ. എന്താ അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ. അറിയാത്ത കാര്യമാണെങ്കിൽ പറയാതിരിക്കുക. വളരെ ഉറപ്പുണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെന്താണ്, സ്വന്തം മക്കള് ലഹരിക്ക് അടിമയായാല് അമ്മമാർക്ക് അറിയില്ല എന്നുള്ളതാ. അമ്മമാർക്ക് വ്യക്തമായിട്ട് അറിയാം, ചെറിയൊരു പോയിന്റ് മാറിയ പോലെ അത് അമ്മമാർക്ക് മനസ്സിലാവും. പിന്നെ മക്കളെ നോക്കാതെ ഫോണും കളിച്ച് റീൽസ് ഓളികളായി നടക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ രണസുനിക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ശരിയാ. ഇനി അങ്ങോട്ടും നീ പറഞ്ഞ പോലെ ഇങ്ങനെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമോ? കിച്ചന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട്? കിച്ചന്റെ ആവശ്യം എന്തായിരിക്കും? കിച്ചന് വേണ്ടിയിട്ട് ചെയ്യുമോ? കിച്ചു ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് സമ്പാദിക്കുകയല്ലേ, അവനെ ഒരുപാട് പേര് ചേർത്ത് പിടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അപ്പൊ ചെക്കനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. കൊള്ളാം. അപ്പൊ കൊല്ലം സുധിയുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് രണസുന. ഈ അക്കൗണ്ടിലേക്ക് ഒരുപാട് ഫണ്ട് വരുന്നുണ്ട് എന്ന് ഇപ്പൊ കുറെ ആളുകൾ പറയുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഈ രേണുസുദ്ധി തന്നെ പല കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. ഇപ്പൊ ഷഫീന ബീവി പറയുന്ന അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് രേണുവാണ്. നിയമപരമായിട്ട് വിവാഹം കഴിക്കാത്ത ഇവർക്ക് എങ്ങനെ ഈ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് വലിയ ചോദ്യങ്ങളായിട്ട് ഉയർത്തുന്നത്. കിച്ചുവിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ അവകാശപ്പെട്ടത് കൊടുക്കാതിരിക്കാൻ ഒഴിച്ചു നിർത്തിയാൽ മതി. നല്ല ട്രിക്കാണ് മോനെ, നല്ല ട്രിക്കാ. എന്റെ സംസാര രീതിയാണ് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇപ്പം എന്താ പറയാ, എനിക്കും മരിക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും സബ്സ്ക്രിപ്ഷന് ഇങ്ങനല്ലല്ലോ ചേച്ചി പറഞ്ഞേ. ഞാൻ തീർക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് വന്നതല്ലേ. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ആണ് എല്ലാത്തിനും വലുത്. കിച്ചുവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയം പരിഹരിക്കലൊന്നല്ല, എനിക്ക് മെയിൻ എന്റെ സബ്സ്ക്രിപ്ഷനാ. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ വാക്കൊന്ന് കേട്ടോക്കെ. കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്തിനാ എക്സ്ക്ലൂസീവ് കണ്ടന്റ് പുറത്തുവിടാനല്ലോ വേണ്ട. ഇതൊക്കെ മതിയെന്നേ. പുതിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കുന്നതായിരിക്കും. മുട്ടായി തിന്നുന്നതും നാരങ്ങ തിന്നുന്നതും. അത് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. റേറ്റ് കൂട്ടാൻ പോകണോ അടുത്ത ഈഫ് കഴിയുമ്പോ? എത്ര ഓഫർ അല്ല ഇപ്പോഴത്തെ റേറ്റ്? 199 അല്ലേ? 199 ആണ്. 199 ആണ്.
എത്ര കൂട്ടിയാലും എടുക്കും ആരാധകർ. തീർച്ചയായിട്ടും ആരാധകർ ഒരുപാട് ഫാൻസ് ഉണ്ട് എനിക്ക്. അതാണ് തീർച്ചയായിട്ടൊക്കെ വരാറുണ്ട്. താങ്ക് യു കേട്ടോ. പൊക്കോട്ടെ. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആളുകൾ കാത്തിരിക്കുക. ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ട്, പെണ്ണുങ്ങളും എടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയത് എന്നൊക്കെ ചേച്ചി പറയുന്നത്. അല്ലാത്ത അത്ഭുതം തന്നെ. എന്തായാലും ഷെഫീന ബീവിനെ ചൊറിഞ്ഞിട്ടുണ്ട്, അവർ തിരിച്ച് നല്ല മാന്ത് തരും. അവരോരോന്ന് കുത്തിപ്പോക്കും, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇനി ഓരോ കാമുകന്മാരെയും ഞാൻ ഇന്റർവ്യൂ എടുക്കും എന്നാണ് ഷെഫീന ബീവി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബാംഗ്ലൂരിലേക്കാണ് മുങ്ങിയതല്ലേ. ഹനാനുള്ള മറുപടി കൊടുക്കാത്തത് ഇപ്പൊ എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഹനാൻ പറയാതെ തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതൊക്കെ എന്തൊക്കെയാവുമെന്ന് കണ്ടറിയാല്ലേ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാ. ഈ കിച്ചുവിനെ മാറ്റി നിർത്തിയത് ഇതിനാണോ? ഒരു ഡൗട്ട് ഉണ്ടല്ലേ. പിന്നെ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്കതിന്റെ ഒരു ആധികാരികമായിട്ട് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്, അല്ലെങ്കിൽ ഞാനത് കുത്തിപ്പൊക്കുമായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളും ആ ഡീറ്റെയിൽസ് പുറത്തു വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.